ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തത് നമ്മൾ ക്യൂബുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ക്യൂബിൻ്റെ എഡ്ജ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എഡ്ജ് ഓഫ് ദി ക്യൂബ് ഈസ് ഇൻക്രീസിങ്. ക്യൂബിൻ്റെ എഡ്ജ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ക്യൂബിൻ്റെ എഡ്ജ് വലുതാകുമ്പോൾ അതിന് എന്ത് സംഭവിക്കും? അതിൻ്റെ വോളിയം, അതിൻ്റെ വലിപ്പം, ക്യൂബിൻ്റെ വലിപ്പം കൂടും, അതേപോലെ തന്നെ ഏരിയയും കൂടും. അപ്പോൾ ഇനി അവിടെ ചോദിച്ചിരിക്കുന്നത് അറ്റ് ദി റേറ്റ്. അപ്പോൾ എഡ്ജ് വലുതാവുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. എഡ്ജ് ഓഫ് ദി ക്യൂബ് ഇൻക്രീസിങ് അറ്റ് റേറ്റ് 3 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം എഡ്ജ് വലുതാവുന്ന സ്പീഡ്, എഡ്ജ് ബൈ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ തന്നിരിക്കുന്നത്? എഡ്ജിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഹൗ ഫാസ്റ്റ് വോളിയം ഇൻക്രീസിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഫാസ്റ്റ് വോളിയം ഇൻക്രീസിങ്. ഇത് മാത്സിൽ എങ്ങനെ എഴുതാൻ നോക്കണം. ഹൗ ഫാസ്റ്റ് വോളിയം ഇൻക്രീസിങ്. അപ്പോൾ വോളിയം എന്ന് പറയുമ്പോൾ വി, ഫാസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ അതെന്താണ് മീൻ ചെയ്യുന്നത്? ടൈമാണ്. അപ്പോൾ നമുക്ക് ഡി വി ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ബൈ ടൈമാണ് നമുക്ക് വേണ്ടത്. ഇനി വോളിയത്തെ ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. അതിന് ആദ്യം എന്ത് ചെയ്യണം? വോളിയത്തിൻ്റെ ഇക്വേഷൻ എഴുതണം. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? എഡ്ജിൻ്റെ ക്യൂബ്, എ ക്യൂബ്. എഡ്ജിനെയാണ് ഞാനിവിടെ എ എന്നുള്ളതുകൊണ്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരിയബിൾ ഏരിയയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കുന്നത്? വോളിയത്തിൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കുക, എന്നിട്ട് വേരിയബിൾ ഏതാണെന്ന് നോക്കുക. വോളിയത്തിൻ്റെ വേരിയബിൾ ഏതാണ്? എഡ്ജാണ് വേരിയബിൾ. അപ്പോൾ വോളിയത്തെ നമുക്ക് എഡ്ജിൽ മാത്രമേ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വോളിയത്തെ നമുക്ക് ഇവിടെ വോളിയത്തെ ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം നമ്മൾ വോളിയത്തെ എഡ്ജിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ എഡ്ജിനെ ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇപ്പോൾ പ്രശ്നം പോയി, എയും പോയി, വി ബൈ ടി എന്നുള്ള ആൻസർ വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിച്ചു. ഓക്കെ, അത് പ്രശ്നമില്ല. ഇനി അടുത്തത്, ഇനി ഡി വി ബൈ ഡി എ കാണണം. ഡി വി ബൈ ഡി എ. അപ്പം വിയുടെ വാല്യൂ നമുക്കറിയാം എ ക്യൂബാണ്. അപ്പം ഡി വി ബൈ ഡി എക്ക് പകരം ഡി ബൈ ഡി എ ഓഫ് എ ക്യൂബ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3നെ ഫ്രണ്ടിൽ വെക്കണം. എക്സ് റേസ് ടു എൻ പോലെ തന്നെ എൻ എക്സ് റേസ് ടു n-1 ആണ് അതിൻ്റെ. അപ്പം 3a² എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ നമുക്ക് കിട്ടി. അത് 3a² ആണ്. പിന്നെ എ ബൈ ടി. എ എന്താണ്? എഡ്ജ് ബൈ ടൈം, അതായത് എഡ്ജിൻ്റെ സ്പീഡ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എഡ്ജിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. എഡ്ജ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 3 എന്ന് തന്നിട്ടുണ്ട്. 3 cm/s. ഓക്കെ, അപ്പം ഡി എ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്ജിൻ്റെ റേറ്റ്. ആ എഡ്ജിൻ്റെ റേറ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു, അത് 3 ആണ്. അപ്പം ഒരു വാല്യൂ 3 ആണ്, മറ്റേ വാല്യൂ നമുക്ക് 3a² ആണ്. അപ്പം 3a² × 3, അപ്പം 9a² എന്ന് കിട്ടി. എയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. വെൻ എഡ്ജ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എയുടെ വാല്യൂ 10 കൊടുക്കണം. അപ്പം 9 × 10². വളരെ സിമ്പിൾ ആൻസർ. പിന്നെ വോളിയമാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താ? cm³/s. അത് സെക്കൻഡ് വരാൻ കാരണം ഇവിടെ താഴെ ടൈമും കൂടി ഉള്ളതുകൊണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ലെങ്ത് സെൻറ്റിമീറ്ററിൽ എടുക്കണം, ഏരിയ cm², വോളിയം cm³. 1, 2, 3 കണ്ടോ? ലെങ്ത്, ഏരിയ, വോളിയം. ഇത് മനസ്സിലാക്കി വയ്ക്കുക. മീറ്ററിലായിരുന്നെങ്കിൽ മീറ്റർ², m³. ഇനി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഹോംവർക്ക് ആയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. ഇവിടെ സർക്കിളിനെ പറ്റിയാണ് പറയുന്നത്. റേഡിയസ് ഓഫ് ദി സർക്കിൾ ഇൻക്രീസിങ് അറ്റ് ദിസ് റേറ്റ്. അപ്പോൾ റേഡിയസിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്. റേഡിയസ് ബൈ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. dr/dt. റേറ്റ് എന്ന് പറയുമ്പോൾ ടൈം, റേഡിയസ് എന്ന് പറയുമ്പോൾ 6. അപ്പോൾ dr/dt നമുക്ക് തന്നിട്ടുണ്ട്. അത് 3 cm/s ആണ്. വെൻ റേഡിയസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ആറിൻ്റെ വാല്യൂ 10 സെൻറ്റിമീറ്റർ ആണ്. ഹൗ ഫാസ്റ്റ് ഏരിയ ഇൻക്രീസിങ്. ഏരിയ dA/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.